വെൽക്കം ടു നമീസ് ഡാൻസ് മാജിക് യൂട്യൂബ് ചാനൽ. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമ്മുടെ ഫാമിലിയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ട് എത്തുന്നവരാണ് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഇൻ്റർവ്യൂവിൻ്റെ തന്നെ നമ്മളെ എക്സ്പീരിയൻസ്, അതേപോലെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിനെ കുറിച്ചുള്ള 3 സീരീസ് വീഡിയോ ആണ് ചെയ്തത്. മൂന്നാമത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതാണ്. ശരിക്കും കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ CV എങ്ങനെയാണ് മേക്ക് ചെയ്യുക, റെസ്യൂം എങ്ങനെയാണ് മേക്ക് ചെയ്യുക എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. വീഡിയോ എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ കുറേ കൂട്ടുകാർ എനിക്ക് വന്ന് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. കുറേ സംശയം ചോദിച്ചു, പലരും സജഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ നല്ല രീതിയിൽ ആത്മാർത്ഥമായിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. ഒരുപാട് സന്തോഷമുണ്ട് അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ. ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചുള്ള ഒരു വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ഞാൻ സജസ്റ്റ് ചെയ്യും. അതേപോലെ ഒരു സർപ്രൈസ് കൂടി നിങ്ങൾക്ക് ഞാനിന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതെന്തായാലും ലാസ്റ്റ് വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അധികം ഇൻട്രോയുടെ ആവശ്യമില്ല. ഇന്ന് ഹോസ്പിറ്റൽ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ തമ്മിൽ കൊടുത്തേക്കുന്നത് തന്നെയാണ്. ഹോസ്പിറ്റൽ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ ആണ് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അതിൽ ഹോസ്പിറ്റൽ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഒരു PDP ആയിട്ട് ചെയ്തിട്ടുണ്ട്, ഒരു പവർ പോയിന്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ പോയിന്റ്സ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയും. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക മാക്സിമം. കാരണം നമുക്കൊരു ഇൻ്റർവ്യൂവിന് മെയിൻലി വേണ്ട കാര്യങ്ങളാണ് ആ ക്വസ്റ്റ്യൻസ്. അതായത് ഇൻ്റർവ്യൂവിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് കൂടുതൽ വലിച്ചു നീട്ടേണ്ട ആവശ്യമില്ല. നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ വീഡിയോ പറഞ്ഞിട്ട് വിട്ട് നമ്മളിപ്പോൾ എന്താണ് സംഭവം എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസിനെ കുറിച്ച് ഞാനിവിടെ ഒരു പവർ പോയിന്റ് ആയിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും കാണാമല്ലോ അല്ലേ? ഓക്കെ, ഹോസ്പിറ്റൽ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ് ഞാനൊരു സ്ലൈഡായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഹോസ്പിറ്റൽ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഞാൻ ചെയ്ത് വെച്ചേക്കുന്ന ഒരു മോഡലാണ് നിങ്ങളെ കാണിക്കുന്നത്. ഓക്കെ ഓക്കെ, നിങ്ങൾക്കിത് കാണാൻ പറ്റുമല്ലോ അല്ലേ? ഓക്കെ, ആദ്യത്തിലെന്ന് പറയുമ്പം നമ്മളെ ഇൻട്രോ ആണ്. സെൽഫ് ഇൻട്രോയെ കുറിച്ച് ആദ്യം കാണിച്ചിരിക്കുന്ന ഒരു സെൽഫ് ഇൻട്രോ ആണ്. നമ്മൾ എങ്ങനെയാണ് ഒരു ഹോസ്പിറ്റലിൽ ഫസ്റ്റ് നമ്മൾ ഇവിടെ ഏത് ഹോസ്പിറ്റൽ എന്നല്ല, നമ്മൾ ഏത് കമ്പനി ചെന്നാലും ആദ്യം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താ നിങ്ങൾക്ക് അറിയായിരിക്കല്ലോ? ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അതായത് നമ്മൾ ആരാണെന്ന് അവരോട് പറയാം. ഇപ്പം നമ്മളിപ്പോൾ പറയും CV നോക്കിയാൽ മനസ്സിലാവുമല്ലോ. ഓഫ് കോഴ്സ് CV നോക്കിയാൽ അവർക്ക് മനസ്സിലാവും. പക്ഷേ നമ്മൾ മെയിൻലി ഒരു ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് ഈസ് എ കോമൺ ക്വസ്റ്റ്യൻ. ഇത് സാധാരണ ഒരു ക്വസ്റ്റ്യൻ. അത് നമ്മൾ ഏത് ജോലിക്ക് ചെന്നാലും, ഈ ഹോസ്പിറ്റലിൽ നിന്നല്ല ഏത് കമ്പനിയിൽ ഒരു ഇൻ്റർവ്യൂവിന് ചെന്നാലും അവർ ആദ്യം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നോർമലി നമ്മൾ എങ്ങനെയാണ് ഇതിനെ ആൻസർ ചെയ്യുക? ഇപ്പം നിങ്ങൾ പറ്റുമെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ എങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് പറഞ്ഞാൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്ന ഒരു രീതി പറഞ്ഞു തരാം. അപ്പോൾ ഞാൻ പറയുമ്പോൾ പല രീതിയിലാണ് ഞാൻ പ്രയോഗിക്കാറുള്ളത്. കാരണം കുറച്ച് സ്പീഡ്സിൽ നമ്മൾ സ്പീഡിലൂടെ തന്നെ പറയേണ്ടി വരും, പല കാര്യങ്ങൾ ചെയ്യേണ്ടി വരും, അങ്ങനെ പല ഇത് വരാറുണ്ട്. ഓക്കെ, അപ്പം എങ്ങനെയാണ് സെൽഫ് ഇൻട്രോ പറയേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ഫോർ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. ഗിവ് ടു ഓപ്പർച്യൂണിറ്റി. താങ്ക്സ് ഫോർ ഗിവ് ടു ഓപ്പർച്യൂണിറ്റി ഫോർ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ് നവനീത് ബാബു. ഐ എം ഫ്രം പട്ടാഴി, കൊല്ലം. I'm currently completed graduation in BA History in St. Thomas College, Kodangiri, Pathanamthitta, and I'm currently completed post-graduation in Master of Travel and Tourism Management, Catholic College, Pathanamthitta. I have completed for 4-month hospital administration course and completed 3-month internship for Futurist Hospital, Idapalli, Kochi. And let me try for customer service skill, specialized to my improve customer specialization and interaction to customers. So I'm choose this field. Thank you. ഇത്രയാണ്. ഇപ്പം ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, പലയിടത്തും തപ്പിപ്പിടുത്തം ഉണ്ടായിട്ടുണ്ട് അല്ലേ? നോർമലി നമുക്കിത് ഉണ്ടാവും. നമ്മൾ പല പ്രാവശ്യം ഞാനിത് കണ്ണാടിയുടെ മുമ്പിലൊക്കെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്തിട്ടും എനിക്ക് ചില സമയത്ത് തപ്പിപ്പിടുത്തം വരും. കാരണം ആ ലാസ്റ്റ് വരുമ്പോൾ എന്തുകൊണ്ടാണ് ആ ലാസ്റ്റ് അങ്ങനെ പറയണമെന്ന് പറയുന്നത്, ലാസ്റ്റ് വരുന്ന പോയിന്റ് ഇപ്പം ലെറ്റ് മീ ട്രൈ ഫൈൻ. ഇപ്പം നിങ്ങൾക്ക് ഒരു ഡെസിഗ്നേഷൻ ഉണ്ടാവും. ഇപ്പം എൻ്റെ ഡെസിഗ്നേഷൻ കസ്റ്റമർ സർവീസ് ഫീൽഡാണ്. കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ്, ആ ഒരു പോസ്റ്റാണ് ഞാൻ കൂടുതൽ ചെയ്തിട്ടുള്ളത്. ഓബ്വിയസ്ലി ഞാനത് എല്ലായിടത്തും അത് തന്നെ പറയാറുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു അത് വളരെ സ്യൂട്ടബിൾ ആണ് എന്ന് നമ്മൾ തോന്നുന്നത് എന്ന് അവരെ പറഞ്ഞ് നമ്മൾ വിശ്വസിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഡ്യൂട്ടി. അപ്പോൾ ഞാനത് പറയുന്നത് എന്തെന്ന് വെച്ചാൽ, എനിക്ക് കസ്റ്റമർ സർവീസ് സ്കില്ല് കൂടുതൽ ഗ്രോത്ത് ചെയ്യണം, അതിൻ്റെ വലിയൊരു ഗോളിലേക്ക് എത്തണം, അതിൻ്റെ എന്താ പറയുക വലിയ രീതിയിൽ അച്ചീവ് ചെയ്യണം എന്നൊക്കെയുള്ള ഒരു രീതിയിലാണ് നമ്മൾ ഇൻ്റർവ്യൂ ബോർഡിനോട് പറയുന്നത്. അപ്പോൾ നിങ്ങൾ പറയുമ്പോൾ ഒരിക്കലും ഞാനീ പറഞ്ഞതിലൂടെ തപ്പിപ്പിടിച്ച് പറയരുത്. ഇപ്പം ഞാൻ ആക്ച്വലി പല രീതിയിലും ഞാൻ ഇൻ്റർവ്യൂവിൽ പല ബോർഡിലും പല രീതിയിലാണ് സംസാരിക്കുക. ഇപ്പോൾ പലയിടത്ത് പറയും ലെറ്റ് മീ ട്രൈ ഫോർ ദിസ് ഫീൽഡ് ഫോർ ഇന്ന കാര്യത്തിലാണെന്ന്. ചിലപ്പോൾ അവിടെ നിന്ന് മാറ്റി പറയും. ഇതെല്ലാം നമ്മൾ സെൽഫ് ഇൻട്രോ ചെയ്യുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്. സെൽഫ് ഇൻട്രോയിൽ അവർ നേരിട്ട് നമ്മൾ നോക്കുന്നു, നമ്മൾ എങ്ങനെ അത് അവരെ പറഞ്ഞു കൊടുക്കുന്നു എന്നുള്ളത് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ നമ്മൾ പറയാം. ഇപ്പോൾ തപ്പിപ്പിടുത്തമാണെങ്കിൽ പോലും ഞാനും അത് വളരെ നല്ല രീതിയിൽ തന്നെയാണ് അവിടെ പ്രസൻറ്റ് ചെയ്യാറുള്ളത്. മിക്ക സെൽഫ് ഇൻട്രോ വളരെ സ്പീഡിലാണ് പറയാം. അപ്പോൾ സ്പീഡിൽ തന്നെ പറയാൻ പഠിക്കുക. അപ്പോൾ എങ്ങനെയാണ് സെൽഫ് ഇൻട്രോ പറയേണ്ടതെന്ന് വെച്ചാൽ,
ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് നമ്മൾ താങ്ക്സ് ഫോർ ഗീവ് ടു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്ന നല്ലൊരു കാര്യമാണ്. എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് വളരെ നല്ലത് അതായത് താങ്ക്സ് ഫോർ ഗീവ് ടു ഓപ്പർച്യൂണിറ്റി ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്, എന്നെ പരിചയപ്പെടുത്താൻ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി തന്നതിന് വളരെ നന്ദി എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ അതൊരു പ്രൊഫഷണലി നമ്മൾ പറയുന്ന പോലെ ആയിരിക്കും. അല്ലാതെ മൈ നെയിം ഈസ് എന്ന് പറയുവാണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ നമ്മളൊരു പ്രൊഫഷണലി പറയുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ഫോർ ഗിവ് ടു ഓപ്പർച്യൂണിറ്റി ഇൻട്രൊഡ്യൂസ് മൈ സെൽഫ് എന്ന് പറയുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഇപ്പം ഞാൻ ഓപ്പർച്യൂണിറ്റി ഇൻട്രൊഡ്യൂസ് മൈ സെൽഫ് എന്ന് പറയുന്നത് നോർമലി ഞാനിങ്ങനെ പറയുള്ളത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ മെയിനായിട്ട് ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, അതായത് ഇപ്പം ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ഫോർ ഗിവ് ടു ഓപ്പർച്യൂണിറ്റി ഇൻട്രൊഡ്യൂസ് മൈ സെൽഫ് പറഞ്ഞു. അടുത്തതായിട്ട് അവിടെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ല, അടുത്തതായിട്ട് നമ്മൾ പറയേണ്ട കാര്യം മൈ നെയിം ഈസ് എൻ്റെ പേര്, അല്ലെങ്കിൽ നമുക്ക് പ്രൊഫഷണലായിട്ട് പറയുമ്പോൾ മൈ സെൽഫ് എന്ന് പറയാം. പക്ഷേ എന്നോട് പലരും പറഞ്ഞ് തിരുത്തിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മൈ സെൽഫ് നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ലെന്നാണ്. അത് ഇനിയും ഓരോരുത്തരുടെ പേഴ്സണൽ അഭിപ്രായമാണോ എന്ന് എനിക്കറിയത്തില്ല. മൈ സെൽഫിന് പകരം മൈ നെയിം എന്ന് പറയാൻ, കാരണം ISST നമുക്ക് ഗ്രൂമിങ് ഈ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ് ഉണ്ടായിരുന്നു. സോ അവർ ഈ ഹോസ്പിറ്റൽ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഒക്കെ പറയുമ്പോൾ നമ്മൾ സെൽഫ് ഇൻട്രോ എങ്ങനെയാണ് പറയേണ്ടതെന്ന് പറയാം. അപ്പം ഞാൻ മൈ സെൽഫ് പറയുമ്പോൾ എന്നോട് പറയാനായിട്ട് മൈ സെൽഫ് പറയരുതെന്നാണ്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പക്ഷേ മൈ സെൽഫ് പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ എല്ലായിടത്തും മൈ സെൽഫ് എന്ന് തന്നെയാണ് പറയാറുള്ളത്. ഓക്കെ, അത് നമ്മുടെ ഓരോരുത്തരുടെ ചോയ്സാണ്. ഇപ്പം മൈ നെയിം ഈസ് നവനീത് ബാബു, അല്ലെങ്കിൽ മൈ നെയിം ഈസ് തോമസ്, മൈ നെയിം ഈസ് കിരൺ, അങ്ങനെ നമ്മൾ പറഞ്ഞാൽ മതി. മൈ നെയിം ഈസ് കിരൺ ബാബു അല്ലെങ്കിൽ കിരൺ തോമസ്, എന്തായാലും നമ്മുടെ പേരെന്താണോ അതിൻ്റെ ഇനിഷ്യൽ ഫുൾ ഡീറ്റെയിൽസ് തന്നെ പറയണം. ഓക്കെ, ഞാൻ വരുന്നു, ഐ എം ഫ്രം പട്ടാഴി എൻ്റെ ലൊക്കേഷനാണ്. ഇപ്പം നിങ്ങൾ വരുന്നത് കരുനാഗപ്പള്ളി അല്ലെങ്കിൽ ഐ എം ഫ്രം എറണാകുളത്ത് എവിടെയാണ്, ഇപ്പം പാലാരിവട്ടം എറണാകുളം. അങ്ങനെ നമ്മൾ ഏത് ലൊക്കേഷനാണ് അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മൾ പറഞ്ഞിട്ട് ആവശ്യമില്ല. സ്വാഭാവികമായിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തവർക്ക് അറിയായിരിക്കും ഇതെല്ലാം. അപ്പം നമ്മൾ മിക്കവരും തപ്പി പിടിച്ചൊക്കെയാണ് പറയാറുള്ളത്. അതൊന്നും വിഷയമില്ല. നമ്മളത് പതുക്കെ പ്രാക്ടീസ് ചെയ്താണ് ഇമ്പ്രൂവ് ചെയ്യുക. ഇപ്പം ഞാനായാലും പോലും ഇമ്പ്രൂവ് ചെയ്തത് വളരെയധികം പ്രാക്ടീസ് ചെയ്തിട്ടാണ്. എന്നാൽ പോലും മിസ്റ്റേക്സ് സ്വാഭാവികമായിട്ട് സംഭവിക്കാറുണ്ട്. അതൊരു വിഷയമേ അല്ല എന്ന് ഇപ്പോഴേ പറയുകയാണ്. നമ്മളൊരു സെൽഫ് ഇൻട്രോ ഒക്കെ പറയുന്ന സമയത്ത് അവർ സെൽഫ് ഇൻട്രോയ്ക്ക് മാർക്കിടൊന്നുമില്ല. നമ്മൾ എങ്ങനെ അവിടെ പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യം മാത്രമാണ്. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എങ്ങനെയാണെന്നാണ് മെയിനായിട്ട് ഒരു ഹോസ്പിറ്റലുകാരും അല്ലെങ്കിൽ ഏത് ഇൻ്റർവ്യൂ ആരും ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞല്ലോ, താങ്ക്സ് ഫോർ ഗിവ് ടു ഓപ്പർച്യൂണിറ്റി ഇൻട്രൊഡ്യൂസ് മൈ സെൽഫ് നവനീത് ബാബു, ഐ എം ഫ്രം പട്ടാഴി. അടുത്ത് ഞാൻ പറഞ്ഞ എന്താണ്, ഐ എം കംപ്ലീറ്റഡ് ഗ്രാജുവേഷൻ. എൻ്റെ എഡ്യൂക്കേഷൻ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് ക്വാളിഫിക്കേഷനാണ്. ഇപ്പോൾ എൻ്റെ എഡ്യൂക്കേഷൻ ഐ എം കംപ്ലീറ്റഡ് ഫോർ ഗ്രാജുവേഷൻ BA ഹിസ്റ്ററി ഇൻ സെൻറ് തോമസ് കോളേജ് കോഴഞ്ചേരി, പത്തനംതിട്ട. വേണമെങ്കിൽ നമുക്ക് ഇയറും മെൻഷൻ ചെയ്യാം. 2019 ഞാൻ പാസ്സായത്. അപ്പോൾ വേണം നമുക്ക് ഇയർ പറയാം. പക്ഷേ ഇയർ പറഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പം മെയിൻ പറയേണ്ടത് എന്താണ്, നമ്മൾ ഇന്ന കോഴ്സാണ് പഠിച്ചത്, ഇന്ന കോളേജിലാണ് പഠിച്ചത്, ഇന്ന ഇയർ വേണമെങ്കിൽ പറയാം. ഓക്കെ, അത് പലരും പല രീതി ചെയ്യാറുണ്ട്. അടുത്തതായിട്ട് വരുന്ന കംപ്ലീറ്റഡ് ഫോർ പോസ്റ്റ് ഗ്രാജുവേഷൻ. അതിപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കറൻറ്റ്ലി കംപ്ലീറ്റഡ് എന്ന് പറയാം. അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്തതാണെങ്കിൽ കറൻറ്റ്ലി കംപ്ലീറ്റ് എന്ന് പറയാം. കറൻറ്റ്ലി കംപ്ലീറ്റഡ് പോസ്റ്റ് ഗ്രാജുവേഷൻ മാസ്റ്റർ ഓഫ് ട്രാവൽ ആൻഡ് ടൂറിസം മാനേജ്മെന്റ്, കാതോലിക്കറ്റ് കോളേജ്, പത്തനംതിട്ട. എല്ലാം നമ്മളെ കോളേജിൻ്റെ പേര് മെൻഷൻ ചെയ്യുക, ഏത് സ്ഥലമാണെന്ന് മെൻഷൻ ചെയ്യുക, ഇയറും വേണമെങ്കിൽ പറയാം, 2022. അടുത്തത് നമ്മൾ പറഞ്ഞത് എന്താണ്, റീസെൻ്റ്ലി ഐ എം ഡൺ ഫോർ എ കോഴ്സ് ഫോർ ISST ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഇപ്പം ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതെന്ന് അതേ രീതിയിലുള്ളതല്ല പറഞ്ഞു തരുന്നത്. കുറച്ചും കൂടി നമ്മൾ എങ്ങനെയാണെന്ന് പറയാം, ലിബറലായിട്ട് തന്നെയാണ് പറഞ്ഞു തരുന്നത്. കാരണം നിങ്ങൾക്കത് എഴുതിയെടുക്കാൻ കൂടിയാണ്. റീസെൻ്റ്ലി ഐ എം കംപ്ലീറ്റഡ് ഫോർ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ്, 4 month കോഴ്സ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ 4 month എങ്കിൽ 4 month, അല്ലെങ്കിൽ ഡിപ്ലോമ എങ്കിൽ ഡിപ്ലോമ എന്ന് മെൻഷൻ ചെയ്താൽ മതി. ഡിപ്ലോമ കോഴ്സ് ഇൻ ISST എന്താണ് 2023 എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ ISST എന്ന് പറഞ്ഞാൽ മതി. ISST ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ്റെ കോഴ്സ് ചെയ്തിട്ടുണ്ട് എന്ന് മാത്രം നമ്മൾ പറഞ്ഞാൽ മതി. അത് നിങ്ങൾക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുക അതുപോലെ പറയാം. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. ഐ എം 4 years എക്സ്പീരിയൻസ് ഫോർ കസ്റ്റമർ സർവീസ് ഫീൽഡ്, അല്ലെങ്കിൽ ഐ എം 5 years എക്സ്പീരിയൻസ് ഫോർ സെയിൽസ് എക്സിക്യൂട്ടീവ്, അല്ലെങ്കിൽ ഐ എം 10 years എക്സ്പീരിയൻസ് ഫോർ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ്, അല്ലെങ്കിൽ അഡ്മിൻ എക്സിക്യൂട്ടീവ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ എക്സ്പീരിയൻസ് ആണ് പറയാം. ഓക്കെ, അത് നമ്മളിപ്പോൾ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ടോട്ടലി 8 month എക്സ്പീരിയൻസ് ആണ് കസ്റ്റമർ സർവീസ് ഫീൽഡ്. പക്ഷേ ഞാനത് പറയാറില്ല. അതിന് പകരം ഞാൻ കറൻറ്റ്ലി ഐ എം കംപ്ലീറ്റഡ് ഫോർ 3 month ഇന്റേൺഷിപ്പ് ഫോർ ഫ്യൂച്ചറൈസ് ഹോസ്പിറ്റൽ ഇടപ്പള്ളി എന്ന് പറയും. ഇപ്പോൾ അവിടെ നമുക്ക് ഗ്രാമർ മിസ്റ്റേക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാവും. എവിടാണ് പിന്നെ ഫ്രം എവിടെയാണ് വേണ്ടത്, അതൊന്നും ഒരു വിഷയമല്ലെന്ന് ഞാൻ പറയുകയാണ് ഇപ്പോഴേ. അതിന് വിഷയമായിട്ട് പറയുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളത് ഫോക്കസ് ചെയ്യുക. എന്ന് പറയുമ്പോൾ നമ്മളത് പൊട്ടത്തെറ്റ് പറയണമെന്നല്ല ഞാൻ പറഞ്ഞത്, നമ്മളത് ശ്രദ്ധിക്കുക. ഇപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് എവിടെ സെൽഫ് ഇൻട്രോ പറയുമ്പോഴും നമുക്കൊരു മിസ്റ്റേക്സ് ഉണ്ടാവും. അതൊരു കാര്യമേ അല്ലെന്ന് ഞാൻ ഇപ്പോഴേ പറയാണ്. നമ്മൾ അതൊന്നും ഓർത്ത് വിഷമിക്കുകയോ ടെൻഷൻ അടിക്കുകയോ ഒന്നും വേണ്ട. നിങ്ങൾ മാക്സിമം മിററിലൊക്കെ നോക്കി, കണ്ണാടിയുടെ മുമ്പിലൊക്കെ നോക്കി ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി. വേറെ സീനൊന്നുമില്ല പിള്ളേരെ, നിങ്ങൾ അടിപൊളിയായിട്ട് പറയാൻ പറ്റും. ഓക്കെ,
അപ്പോൾ ഇതാണ് നമുക്ക് സെൽഫ് ഇൻട്രോയുടെ കാര്യം പറയാനുള്ളത്. അപ്പോൾ ഓക്കെ, ഞാൻ അത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നത് നമ്മുടെ ബേസിക് കാര്യങ്ങളാണ്. ഇനി നമ്മുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നോ വീട്ടിൽ അച്ഛനുണ്ടോ അമ്മയുണ്ടോ ഇതൊന്നും പറയണ്ട. പ്രൊഫഷണലി പറയുന്ന കാര്യം നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ മതി. അത് കഴിഞ്ഞിട്ട് വരുന്ന കാര്യമാണ് അതിപ്പോൾ ഞാൻ കോഴ്സ് ചെയ്തെങ്കിൽ ഇന്റേൺഷിപ്പ് ചെയ്തെങ്കിൽ ഇന്റേൺഷിപ്പ്, എക്സ്പീരിയൻസ് ഉണ്ട് എക്സ്പീരിയൻസ്, വേണമെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്ത സ്ഥലം മെൻഷൻ ചെയ്യാം, എക്സ്പീരിയൻസ് ചെയ്ത പോസ്റ്റ് ഏതാണെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഞാൻ കസ്റ്റമർ സർവീസ് ഫീൽഡിലാണ് നോക്കുന്നതെന്ന് കസ്റ്റമർ സർവീസിലെല്ലാം വരുന്നുണ്ട്. റിസപ്ഷൻ വരുന്നുണ്ട്, IP ബില്ലിംഗ് ആണെങ്കിലും എല്ലാ കാര്യവും, ഈവൻ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് കാര്യങ്ങൾ വരെ കസ്റ്റമേഴ്സിലോട്ട് ഉൾപ്പെടുന്ന ഒരു കാര്യമാണല്ലോ. കസ്റ്റമർ സർവീസ് ആണല്ലോ നമ്മൾ ചെയ്യുന്ന, അഡ്മിനിസ്ട്രേഷനിലും വരുന്നുണ്ട്. ഓക്കെ, പക്ഷേ നമ്മൾ അഡ്മിനിസ്ട്രേഷൻ എക്സ്പീരിയൻസ് പറയുമ്പോൾ നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ട് വേണം പറയാൻ. അപ്പം നിങ്ങളിപ്പോൾ റിസപ്ഷനിലാണ് വർക്ക് ചെയ്തെങ്കിൽ ഓബ്വിയസ്ലി നിങ്ങൾക്ക് കസ്റ്റമർ സർവീസ് എക്സ്പീരിയൻസ് എന്ന് വേണം പറയാം. കാരണം നമ്മൾ ചെയ്യുന്നൊരു കസ്റ്റമർ സർവീസ് ആണല്ലോ, സ്വാഭാവികം. ഇത്ര കാര്യങ്ങളേ ഉള്ളൂ മെയിൻ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ ലാസ്റ്റത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ലെറ്റ് മീ ട്രൈ ഫോർ, ഒന്നുകിൽ ഞാൻ ട്രൈ ചെയ്യുന്നു, ലെറ്റ് മീ ട്രൈ ഫോർ കസ്റ്റമർ സർവീസ് ഫീൽഡ്. ഞാൻ എന്തുകൊണ്ടാണ് ഈ ഫീൽഡ് ചൂസ് ചെയ്തത്, ഇത് പറയണം നിർബന്ധമൊന്നുമില്ല. നമ്മൾ പ്രൊഫഷണലായിട്ട് പറയുമ്പോൾ നമുക്ക് വേണേൽ ആഡ് ചെയ്യാം. സോ ലെറ്റ് മീ ട്രൈ ഫോർ ദി ന്യൂ ഫീൽഡ് ഫോർ ഇംപ്രൂവിങ് മൈ കസ്റ്റമർ സർവീസ് സ്കിൽ, ഡെവലപ്പിംഗ് മൈ കസ്റ്റമർ സർവീസ് ഗ്രോത്ത്, അങ്ങനെയൊക്കെ പറയുന്നു പറഞ്ഞാൽ നമ്മൾ അവരെ ഒന്നും ഞാൻ എന്തുകൊണ്ടാണ് ഈ പോസ്റ്റ് സെലക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്ക് ഈ ഒരു ഡെസിഗ്നേഷൻ ഇഷ്ടം, നമ്മുടെ ഈ പോസ്റ്റ് ഇഷ്ടം എന്ന് പറയുന്നത് എന്താണെന്നാണ് അവരോട് നമ്മൾ പറഞ്ഞു ഫലിപ്പിക്കേണ്ടത്. അതിപ്പോൾ പറഞ്ഞില്ലെങ്കിലും വിഷയമൊന്നുമില്ല. അതിനായിട്ട് നിങ്ങൾ അത് പറഞ്ഞില്ലെന്ന് വെച്ചാൽ ജോലി കിട്ടത്തില്ല അങ്ങനെ വിചാരിക്കുക വേണ്ട. അത് വേണമെങ്കിൽ നമുക്ക് പറഞ്ഞാൽ മതി. നമ്മളിപ്പോൾ പറയുമ്പോൾ തെറ്റ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവർ പറഞ്ഞോളൂ, കോൺഫിഡൻസോടെ പറഞ്ഞാൽ മതി. നമുക്ക് എത്ര തെറ്റ് വന്നാലും കോൺഫിഡൻസോടെ പറഞ്ഞാൽ മതി. ഒരു ഇൻ്റർവ്യൂ ബോർഡും നമ്മൾ സെൽഫ് ഇൻട്രോ തെറ്റിച്ച് പറഞ്ഞ് പുറത്ത് വിടുന്ന ചരിത്രം ഞാൻ കേട്ടിട്ടില്ല. ഇനി ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. സെൽഫ് ഇൻട്രോ തെറ്റാന്ന് പറഞ്ഞാൽ ആരും കളിയാക്കാനൊന്നും പോകുന്നില്ല. വളരെ കോൺഫിഡൻസോടെ സംസാരിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്ന് പറയാം. ഇത് കോമൺ ക്വസ്റ്റ്യൻ ആണ്, എല്ലാവരും നോട്ട് ചെയ്തിരിക്കുക. എല്ലാ ഇൻ്റർവ്യൂവിനും എവിടെ പോയാലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സപ്പോസ് ഇപ്പോൾ ചില ഹോസ്പിറ്റലുകാർ ചിലപ്പോൾ ഇതൊന്നും ചോദിക്കണമെന്നില്ല. നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ CV തന്നെ ഡീറ്റെയിൽസ് ഉണ്ടാവും. ചിലപ്പോൾ ഇൻട്രൊഡ്യൂസ് സെൽഫ് പറയും, ഇല്ലെങ്കിൽ ജസ്റ്റ് നമ്മളോട് ഡീറ്റെയിൽസ് ഒക്കെ പറയും, ഇന്നടത്താണ് വർക്ക്, ഇന്നതാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്നൊക്കെയുള്ള കാര്യം ചിലപ്പോൾ ക്വസ്റ്റ്യൻസും ചോദിക്കും. ഇത്രയേ ഉള്ളൂ. പലയിടത്തും പല ഇതാണ്. അത് ഞാൻ താഴെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മെൻഷൻ ചെയ്തിട്ടുണ്ട്. പ്ലീസ് നോട്ട് ഹോസ്പിറ്റൽ ഇൻ്റർവ്യൂസ് ആർ നോട്ട് സെയിം പാറ്റേൺ, ടോട്ടലി ഡിഫറെൻറ്റ്. ഹോസ്പിറ്റൽ ഇൻ്റർവ്യൂസ് ഒരിക്കലും സെയിം പാറ്റേണിലല്ല, ടോട്ടലി ഡിഫറെൻ്റ് ആണെന്ന് ഞാൻ മെൻഷൻ ചെയ്തേക്കുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് ഞാൻ പറഞ്ഞത്. സെക്കൻഡ്, CV റിലേറ്റ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ, ഇപ്പം നിങ്ങൾക്കറിയാം നമ്മുടെ CV, നമ്മുടെ റെസ്യൂം എന്താണ്, ആ റെസ്യൂമിനെ കുറിച്ച് ബേസ് ചെയ്തിട്ടുള്ള മിക്ക ക്വസ്റ്റ്യൻസും വരാറുണ്ട്. ഓക്കെ, സോറി, ചെറിയൊരു ടെക്നിക്കൽ എറർ കാണിച്ചുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് കാണാമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നമ്മുടെ CV റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോർമലി വരുന്നൊരു കാര്യമാണ്. അതായത് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടും അവർ നമ്മുടെ CV നോക്കും. നമ്മളിപ്പോൾ നമ്മളെക്കുറിച്ചൊരു ഇൻട്രോ ആണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമ്മൾ ബാക്കി കാര്യങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അവർക്ക് അറിയണമെങ്കിൽ അഡ്മിൻ, നമ്മുടെ HR ആയാലും അഡ്മിൻ ആയാലും അവർ CV ആണ് നോക്കുക. CV നോക്കിയിട്ട് എന്താണ് നമ്മൾ CV ഞാൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഒന്നുകൂടി ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. തീർച്ചയായിട്ടും ആ വീഡിയോ കണ്ട് എല്ലാവരും നിങ്ങളുടെ കമൻറ്റ് അറിയിക്കുക. കാരണം CV എന്ന് പറയുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ നമ്മുടെ CV അല്ലെങ്കിൽ റെസ്യൂം നോക്കിയിട്ട് അവർ CV റെസ്യൂം രണ്ടാണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അത് നിങ്ങൾ ചിലപ്പോൾ യൂട്യൂബിലൊക്കെ നോക്കി കാണും എന്താണ് അതിൻ്റെ വ്യത്യാസം എന്ന്, ഇല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ഓക്കെ, CV റിലേറ്റ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആ ചെയ്തേക്കുന്ന CV എങ്ങനെയാണ്, അതിന് താഴെ നമ്മൾ എക്സ്പീരിയൻസ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവുമല്ലോ, നമ്മൾ എന്താ ക്വാളിഫിക്കേഷൻ എന്ന് ചോദിക്കുമായിരിക്കുമല്ലോ. ഇപ്പോൾ ചില ആൾക്കാരെ ക്വാളിഫിക്കേഷൻ, ഇപ്പോൾ ഞാൻ PG പോസ്റ്റ് ഗ്രാജുവേഷൻ ട്രാവൽ ആൻഡ് ടൂറിസം ആണ്. ഇപ്പം BA ഹിസ്റ്ററി കഴിഞ്ഞു, ട്രാവൽ ആൻഡ് ടൂറിസം കഴിഞ്ഞു, പിന്നെ വേറെ ഇൻ്റർവ്യൂ കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു, 2-3 കമ്പനി വർക്ക് ചെയ്തതിൻ്റെ, അത് 2-3 മാസമൊക്കെ ഉള്ളൂ. ഇതിനൊക്കെ റിലേറ്റ് ചെയ്തുള്ള ക്വസ്റ്റ്യനാണ് വരുന്നത്. വൈ ഡു യു റിസൈൻ ഫോർ ദാറ്റ് ജോബ് എന്ന് ചോദിക്കും, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആ ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്തതെന്നൊക്കെ നമ്മളോട് ചോദിക്കും. അപ്പം അത് നമ്മൾ എന്താണ് ജെന്യുവൻ ആയിട്ടുള്ള റീസൺ പറയാം. ഇപ്പം ഞാനവിടെ കോവിഡ് ഇഷ്യൂസ് കാര്യങ്ങളായതുകൊണ്ടാണ് റിസൈൻ ചെയ്തത്. രണ്ടാമത്തെ എനിക്ക് പല്ലിനൊരു പണി കിട്ടി, അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നു. അതായത് ഒരു വിസ്ഡം ടീത്ത് പോലത്തെ ഒരു പ്രോബ്ലം വന്നു. ഞാൻ ഫസ്റ്റ് വീഡിയോ മെൻഷൻ ചെയ്തിട്ടുണ്ട് ആ കാര്യമൊക്കെ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഹോസ്പിറ്റലിൽ എന്നല്ല എവിടെ ആയാലും ഇൻ്റർവ്യൂവിന് ചോദിക്കും. നമ്മൾ എന്തുകൊണ്ടാണ് റിസൈൻ ചെയ്ത് പോകുന്നതെന്ന് അവർക്ക് ചോദിക്കാറുണ്ട്. കാരണം നമ്മൾ ഈ ഒരു ലിമിറ്റഡ് പീരീഡിന് അവിടെ നിന്നും ഇറങ്ങി പോകുമെന്ന് അവർക്ക് അറിയണം. അതിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുക. ഇതൊക്കെ ഒരു നോർമലി ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. CV റിലേറ്റ് ചെയ്ത് എല്ലായിടത്തും ചോദിക്കും. ഇപ്പം നമ്മൾ ചിലയിടത്ത് ചെല്ലുമ്പോൾ CV എടുത്ത് നോക്കിയാൽ അത് അവർ നോക്കിയിട്ട് അതിൽ നിന്നായിരിക്കും കൂടുതലും ചോദിക്കുക. അതിൽ നിന്ന് അവർക്ക് മനസ്സിലാവും നമുക്ക് എത്രത്തോളം സ്കില്ലുണ്ട്, എത്രത്തോളം കാര്യങ്ങൾ അറിയാം എന്നുള്ള കാര്യം. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് എക്സ്പീരിയൻസ് ആയിരിക്കും ചോദിക്കുക. CV റിലേറ്റ് ചെയ്ത് ചോദിക്കുമ്പം ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ് ഡീറ്റെയിൽസ്, പിന്നെ പേഴ്സണൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ തന്നെ. പേഴ്സണൽ ഡീറ്റെയിൽസ് ചിലപ്പോൾ CV ചോദിക്കണമെന്നില്ല, അത് ചിലപ്പോൾ ലാസ്റ്റ് ആയിരിക്കും ചോദിക്കാം. അപ്പോൾ ഇത്ര ഡീറ്റെയിൽസ് നോക്കി ഇപ്പോൾ നമ്മളൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഹോസ്പിറ്റലിൽ എക്സ്പീരിയൻസ് ചിലപ്പോൾ ചോദിക്കും. ഇപ്പോൾ ഞാൻ ഇൻ്റർഷിപ്പ് ചെയ്ത ഹോസ്പിറ്റലിൽ എക്സ്പീരിയൻസ് എല്ലാം എന്നോട് ചോദിച്ചിട്ടുണ്ട് പല ഹോസ്പിറ്റലുകാരും. അപ്പോൾ നമ്മളത് നല്ല രീതിയിൽ തന്നെ പറയാൻ നോക്കാം.
അപ്പോൾ അതാണ് രണ്ടാമത്തേത്. അത് വലിയതായിട്ടൊന്നും പറയില്ല, സി വി റിലേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ സി വിയിൽ എന്തൊക്കെയാണോ അച്ചടിച്ച് വെച്ചേക്കുന്നത് അതുകൊണ്ട് സി വി നിങ്ങൾ നന്നായിട്ട് വായിച്ചിട്ടേ പോകാവൂ. നമ്മൾ ചിലപ്പോൾ തട്ടിക്കൂട്ടി സി വി ചെയ്യും, അങ്ങനെ ചെയ്യരുത്. നമ്മൾ ചെയ്യുന്ന സി വിയിൽ എന്തൊക്കെ പോയിന്റ് ഉണ്ടെന്ന് നമ്മൾ തന്നെ പഠിച്ചു വെച്ചേക്കുക, ഇല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. ആ സി വി എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പേടിക്കേണ്ടി വരും. കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, നമ്മൾക്ക് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് സ്കിൽ ഉണ്ട്, അതൊക്കെ നമ്മൾ തട്ടിവിട്ടൊക്കെ എഴുതുമല്ലോ. അങ്ങനെയൊക്കെ എഴുതി വിട്ടുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ആദ്യം നിന്നൊക്കെ ഒരു ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്, വരുമെന്നല്ല ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സംടൈംസ് ദേ ഹാവ് മെൻഷൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ഡീറ്റെയിൽസ് ആൻഡ് വാട്ട് ഈസ് യുവർ നോളജ്. അതായത് ഞാനിപ്പോൾ പോയൊരു ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നോട് പലയിടത്തും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്താണ് നിങ്ങൾ 4 മാസം കൊണ്ട് പഠിച്ചതെന്ന് ചോദിക്കും. കാരണം ഒരിക്കലും ഒരു 4 മാസമോ 6 മാസം കൊണ്ട് പഠിക്കാവുന്ന ഒരു സബ്ജക്റ്റ് അല്ല ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് ആയാലും നമുക്ക് ഒരിക്കലും അങ്ങനെ പഠിക്കാൻ പറ്റത്തില്ല. ഇപ്പം നഴ്സിംഗ് ഒക്കെ നമ്മൾ 4 മാസം എന്നൊക്കെ പറഞ്ഞ് പഠിക്കുകയാണെങ്കിൽ അപ്പോഴേ മനസ്സിലാവുമല്ലോ നമ്മളൊന്നും പഠിച്ചിട്ടില്ലെന്ന്. ചിലപ്പം എന്തെങ്കിലും ബേസിക് ആയിരുന്നു പറഞ്ഞാൽ പഠിക്കാത്തവരെന്നല്ല, പഠിച്ചവരും ഉണ്ടാവും പഠിക്കാത്തവരും ഉണ്ടാവും. പക്ഷേ എന്നാലും നമുക്കൊരു പ്രാക്ടിക്കൽ നോളജ് ഇല്ലാതെ ഈ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് പറഞ്ഞ് ഫലിപ്പിച്ച് ആ ജോലി നേടിയെടുക്കാൻ പറ്റത്തില്ല. അതെൻ്റെ ഒരു എക്സ്പീരിയൻസ്, ഞാൻ പറയുന്ന ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ചിലർക്ക് ഫസ്റ്റിൽ തന്നെ ജോലി കിട്ടുകയും ചെയ്യും, അത് പലർക്ക് ലക്കെന്നും പറയാം, ചിലർക്ക് എന്താ പറയുക, അത് ഓരോരുത്തരുടെ ഒരു ഭാഗ്യമാണ്, അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സംതിങ് ദേ ഹാവ് മെൻഷൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ഡീറ്റെയിൽസ് ആൻഡ് വാട്ട് ഈസ് യുവർ നോളജ്. നമ്മൾ ചില സമയത്ത് അവർ ചോദിക്കുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് നമുക്ക് എന്തൊക്കെ അറിയാം. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നിങ്ങൾ ആദ്യം പഠിച്ചു വെക്കേണ്ടത് ആ ടെക്സ്റ്റ്, നിങ്ങൾക്ക് തന്നിരിക്കുന്ന ടെക്സ്റ്റ്, ISST ആണെങ്കിൽ 2 ടെക്സ്റ്റ് ഉണ്ടല്ലോ, ഡിപ്ലോമ ഉള്ളവർക്ക് എനിക്ക് 3 ടെക്സ്റ്റാണ്, ഞങ്ങൾക്ക് 2 ടെക്സ്റ്റ് ആയിരുന്നു. ആ ടെക്സ്റ്റ് നന്നായിട്ട് വായിച്ച് പഠിച്ചിട്ട് പോവുക. ഇൻട്രൊഡക്ഷൻ പഠിക്കുക. കാരണം നമ്മൾ അവരോട് ചോദിക്കുമ്പോൾ നമ്മൾ പറയണം, ചിലപ്പോൾ അവർക്ക് അറിയത്തില്ലായിരിക്കും നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചതെന്ന്. അപ്പോൾ നമ്മൾ പറയാം ഇൻട്രൊഡക്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഹോസ്പിറ്റൽ ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്, ഹോസ്പിറ്റലിലെ ഹിസ്റ്ററി പഠിച്ചിട്ടുണ്ട്, അത് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ക്ലാസിഫിക്കേഷൻ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ്സ് മെയിൻ പഠിക്കേണ്ട കാര്യം, ഡിപ്പാർട്ട്മെൻറ്റ്സ്, ഫ്രണ്ട് ഓഫീസ് എന്താണ്, ഇൻഷുറൻസ് എന്താണ്, ഫാർമസി എന്താണ്, ഇതൊക്കെ നമുക്ക് അറിയാം ഒരു ബേസിക്, അതങ്ങ് പറഞ്ഞു കൊടുത്താൽ മതി, അല്ലാതെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കത്തില്ല. പക്ഷേ ചില ഹോസ്പിറ്റലുകാർ അവർക്കൊരു ഡൗട്ട് തോന്നുകയാണ്, ഇയാൾ തപ്പിപ്പിടിച്ച് പറഞ്ഞ് ഇയാൾക്കൊന്നും അറിയത്തില്ല എന്ന് തോന്നുവാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ അതിൽ നിന്നിട്ട് ചോദിക്കും. ഇപ്പം ഞാൻ മറ്റേ ഫ്യൂച്ചറൈസ് എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ ഇന്റേൺഷിപ്പ് ചെയ്ത ഹോസ്പിറ്റലില്ലേ, അത് ഞാൻ ആ എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഫസ്റ്റ് വീഡിയോയിലാണെന്ന് തോന്നുന്നു. ഇന്റേൺഷിപ്പ് ചെയ്ത സമയത്ത് ആ എക്സ്പീരിയൻസ് ഇന്റർവ്യൂ ചെയ്ത മാം എന്നോട് കൂടുതൽ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് ചോദിച്ചു, എനിക്ക് അറിയാത്തതുകൊണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ ഒരു പറഞ്ഞൊക്കെ ഒപ്പിച്ചായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരും. കാരണം ഇപ്പോൾ കാർഡിയോളജി ഏത് റിലേറ്റഡ് ഹാർട്ടിനെ ബേസ് ചെയ്തിട്ടുള്ള നമ്മൾ പഠിക്കുന്ന ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്, അല്ലെങ്കിൽ പൾമനോളജി എന്താണ്, അല്ലെങ്കിൽ ജീരിയാട്രിക്സ് എന്താണ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വരാറുണ്ട്. അപ്പം അതൊക്കെ നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് പോകുക, ഡിപ്പാർട്ട്മെൻറ്റ്സിനെ കുറിച്ച് നന്നായിട്ട് പഠിച്ചിട്ട് പോകുക. കാരണം നമ്മൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെൻറ്റ്സും ഡോക്ടേഴ്സിൻ്റെ ഒക്കെ പേര് അറിഞ്ഞിരിക്കേണ്ടത് നല്ല ഒരു കാര്യമാണ്, മെയിനായിട്ട് അറിഞ്ഞിരിക്കണം എന്നാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് മൂന്നാമത്തെ നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്തൊക്കെയാണ് പഠിച്ചതെന്നുള്ളത് എല്ലാ കാര്യവും പറയാം. ഇനിയും അത് കഴിഞ്ഞ് ചിലപ്പോൾ നമ്മളോട് ചോദിക്കും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് എന്താണ് പഠിച്ചത്, അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്താണ് പഠിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിൽ കൈമലർത്തത്തേ ഉള്ളൂ. കാരണം പെട്ടെന്ന് നമ്മളെ കൊണ്ട് പറയാൻ പറ്റത്തില്ല. നമ്മളിപ്പം ജസ്റ്റ് അതിന് ബേസിക്കാണ് പഠിക്കുക, അല്ല നമ്മളൊരു പ്രാക്ടിക്കലില്ല. അപ്പോൾ അവർ നോക്കുന്നത് നമുക്ക് പ്രാക്ടിക്കൽ നോളജ് ഉണ്ടോ എന്നാണ്. നമ്മൾ കാണാപ്പാടം പഠിച്ചു പോയി പറയുന്ന പോലെ അല്ല, നമുക്കൊരു പ്രാക്ടിക്കൽ നോളജ് ഉണ്ടെങ്കിൽ ആ ഒരു പോസ്റ്റിൽ നമുക്ക് നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ പറ്റും. അപ്പോൾ അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് നിങ്ങൾക്ക് ഇപ്പം യൂട്യൂബിൽ നോക്കാം, അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കി എല്ലാം നോക്കി നിങ്ങൾക്ക് പോകാൻ മതി. നമുക്ക് ഒരുപാട് റിസോഴ്സസ് ഉണ്ട്, റെഫറൻസ് ചെയ്ത് നമുക്ക് പോകാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കേട്ട് ആരും പേടിക്കേണ്ട, എല്ലാ ഹോസ്പിറ്റലുകാരും ഒന്നും ചോദിക്കത്തില്ല. ഓക്കെ, അതാണ് മൂന്നാമത്തെ. ഇനി നാലാമത്തെ കാര്യം മെയിനാണ്, അത് ചിലപ്പോൾ എല്ലാ ഹോസ്പിറ്റലിലും ചോദിക്കാനും ചാൻസ് ഉണ്ട്. എന്ന് പറയുമ്പോൾ ചില ഹോസ്പിറ്റലുകാർ ഇതൊന്നും ചോദിക്കത്തില്ല, ജസ്റ്റ് CV മാത്രം നോക്കിയിട്ട് ഓക്കെ ഇന്ന പോസ്റ്റാണ്, എത്ര എക്സ്പെക്ട് ചെയ്യുന്ന സാലറി, ഇതൊക്കെ ചോദിച്ച് അങ്ങ് പറഞ്ഞു വിടും. അങ്ങനെ പലരും പല രീതിയിലാണ്. അതുകൊണ്ടാണ് ഞാൻ താഴെ അങ്ങനെ പ്രത്യേകം എടുത്തു പറഞ്ഞത്. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും എല്ലായിടത്തും ഇങ്ങനെ തന്നെ ചോദിക്കുന്നത്, നമ്മൾ പ്രിപ്പയർ ചെയ്ത് പോവുകയും ചെയ്യും, ചിലപ്പോൾ അവർ ചോദിക്കുന്നത് ഇതൊന്നും ആയിരിക്കത്തുമില്ല. അതുകൊണ്ട് എക്സ്പെക്റ്റേഷൻ വേണം, പക്ഷെ പഠിച്ചു വെച്ചേക്കുക. നമ്മൾ ഇത്ര കാര്യങ്ങളാണ് മെയിൻലി ഒരു ഹോസ്പിറ്റലിൽ ചോദിക്കുക, പക്ഷേ ഇതെല്ലാം വരണമെന്നില്ല, അത് മനസ്സിലാക്കിയാൽ മതി. നാലാമത്തെ കാര്യം, ഈ ഡെസിഗ്നേഷൻ അല്ലെങ്കിൽ പോസ്റ്റ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ സിറ്റുവേഷൻ ബേസ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ഡെസിഗ്നേഷനാണ്. ഇപ്പം നമ്മൾ അപ്ലൈ ചെയ്ത പോസ്റ്റ് PRO ആണെങ്കിൽ, ഇപ്പം ഞാൻ പോയി ഇൻ്റർവ്യൂവിന് PRO ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ വന്നത് പറഞ്ഞാൽ സിറ്റുവേഷൻ ബേസ് ചെയ്ത്, അവിടെ നടക്കുന്ന ഒരു സിറ്റുവേഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും ചോദിക്കുക. എമർജൻസി ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഞാനിപ്പോൾ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ എമർജൻസിയിൽ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്ന് ചോദിക്കും. അപ്പോൾ ഒബ്വിയസ്ലി നമ്മൾ അറിയാത്തവരാകുമ്പോൾ പെട്ടുപോകും. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് പെട്ടുപോയി. അപ്പോൾ ഞാൻ നല്ല ആലോചിച്ചിട്ട് പറഞ്ഞു എമർജൻസി സിറ്റുവേഷൻ വരികയാണ്, ഇപ്പോൾ അവിടെ അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഇല്ല, അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എന്ത് ചെയ്യുന്നു പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഒബ്വിയസ്ലി ഞാൻ എൻ്റെ സീനിയേഴ്സ് അതോറിറ്റീസിനെ അറിയിക്കും. ആ കേസ് കാര്യം വരുമ്പോൾ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയുള്ള ഒബ്വിയസ്ലി ഡോക്ടറിനോട് പറയും എന്താണ് നമുക്കറിയാമല്ലോ പ്രോബ്ലം എന്താണ് നമുക്കറിയാം, സോ അത് നമ്മൾ അപ്പോഴേ ട്രാൻസ്ഫർ ചെയ്യും. ഇങ്ങനെ നമുക്കറിയാവുന്ന പോലെ പറഞ്ഞ് പ്രേരിപ്പിക്കുകയാണ്. പക്ഷേ അവർ തെറ്റാണെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് പറഞ്ഞു തരും ഇങ്ങനെയാണ് പറയേണ്ടതെന്ന്. ഓക്കെ,
അതോർത്ത് നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. നമ്മൾ തെറ്റ് പറ്റിയെന്ന് വെച്ചിട്ട് നമ്മൾ സെലക്ട് ആവുന്ന കാര്യം എനിക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ നമ്മുടെ പെർഫോമൻസ് ഒക്കെ സൂപ്പറാണ്, നമ്മൾ പറയുന്ന കാര്യങ്ങൾ തെറ്റുണ്ടെങ്കിൽ പോലും നമ്മൾ കോൺഫിഡൻസോടെ നമ്മൾ നന്നായിട്ട് പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർ സെലക്ട് ചെയ്യും. ചിലപ്പം എക്സ്പീരിയൻസ് നമ്മുടെ കൂടുതലുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരെയാണ് സെലക്ട് ചെയ്യുക. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അവരാകുമ്പോൾ നമുക്ക് കൂടുതൽ ട്രെയിനിങ് അവർക്ക് കൊടുക്കേണ്ടി വരത്തില്ല. നമ്മളൊന്നും അറിയാത്ത ഒരാൾ ചെന്ന് കഴിഞ്ഞ് നമ്മൾ എല്ലാ കാര്യവും അറിയാമെങ്കിലും നമ്മൾ ചിലപ്പം സെലക്ട് ചെയ്യണമെന്നില്ല. അത് ഓരോരുത്തർക്കും പല രീതിയിലാണ് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുക. അപ്പോൾ അതെന്നോർത്ത് നിങ്ങൾ വറീഡാവണ്ട. ഞാൻ പറഞ്ഞത് ISST ഇൻ്റർവ്യൂവിന് പോകുന്നവരുടെ കാര്യമാണ് കേട്ടോ. കാരണം നമ്മൾ അങ്ങനെ ഇപ്പോൾ സെൽഫായിട്ട് ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഈ ഒരു വിഷയം വരണമെന്നില്ല. അതിലും എക്സ്പീരിയൻസ് അവർ നോക്കുമെങ്കിലും നമ്മൾ ഫ്രഷറായിട്ടുള്ളവരും എടുക്കാറുണ്ട്. എന്നാൽ നമ്മൾ ഇതുപോലൊരു ഗ്രൂപ്പ് ഒരു യൂണിവേഴ്സിറ്റിയുടെ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ ബേസ് ചെയ്തിട്ട് ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഒബ്വിയസ്ലി അവർ നമ്മൾ എക്സ്പീരിയൻസ് ഉണ്ടോ നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് ചിലപ്പോൾ എക്സ്പീരിയൻസ് ഉള്ളവർ മതി എന്നുള്ള രീതിയിലൊക്കെ എടുക്കാറുണ്ട്. സോ എന്താണ് ഞാൻ ISST പോയപ്പോൾ എനിക്ക് കിട്ടിയൊരു എക്സ്പീരിയൻസ്. ISSTയുടെ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ നല്ല രീതിയിൽ പറഞ്ഞിട്ട് പോലും അവർ സെലക്ട് ചെയ്തില്ല. നമ്മുടെ കൂട്ടത്തിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു പയ്യനെയാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ അത് നോർമലി വരാം, അതൊന്നും നിങ്ങൾ വലിയ കാര്യമായിട്ട് എടുക്കുകയൊന്നും വേണ്ട. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മുടെ ഡെസിഗ്നേഷൻ എന്ന് പഠിച്ചു വെക്കുക. ചില കുട്ടികളൊക്കെ ആണെങ്കിൽ അവിടെ ചെല്ലുമ്പോഴാണ് അയ്യോ ഇതായിരുന്നു പോസ്റ്റ് എന്നൊക്കെ ആലോചിക്കുന്നത്. അപ്പം റിസപ്ഷൻ പോസ്റ്റ്, ഇപ്പം PRO, റിസപ്ഷൻ, IP ബില്ലിംഗ്, എല്ലാ കാര്യത്തിൻ്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി മെയിനായിട്ട് അറിയുക. PR ആകുമ്പോൾ നമുക്കറിയാം പബ്ലിക് റിലേഷൻ ഓഫീസർ, ഇപ്പോൾ പേഷ്യൻ്റ് റിലേഷൻ ഓഫീസർ, ഇത് രണ്ടും മെയിനാണ്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞാൽ മതി. ഒരു ഹോസ്പിറ്റലിൽ പേഷ്യൻറ്റിനെ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യുന്നത് മുതൽ ഡിസ്ചാർജ് ചെയ്യുന്ന കാര്യങ്ങൾ വരെയുള്ളതാണ് പേഷ്യൻ്റ് റിലേഷൻ ഓഫീസർ നോക്കുന്നത്. പബ്ലിക് റിലേഷൻ ഓഫീസർ ആകുമ്പോൾ നമ്മൾ ഇതെല്ലാ കാര്യങ്ങളും തന്നെ ചെയ്യുന്നു, മീഡിയ റിലേറ്റ് ചെയ്ത കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. കേസസ് ഒക്കെ വരുവാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻസിന് വേണ്ടി വരും. അതായത് ഡെത്ത് ഒക്കെ ഉണ്ടാവണം, നമ്മൾ കംപ്ലയിൻറ്റ് കാര്യങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടി വരും. ഇതൊക്കെ തന്നെയാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഡെസിഗ്നേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരിക. പിന്നെ ഇപ്പം ഫ്രണ്ട് ഓഫീസ് ആണെങ്കിൽ അവിടെ നടക്കുന്ന ഒരു സിറ്റുവേഷൻ, എല്ലാ ഒരു കാര്യം മെയിനായിട്ട് അറിയേണ്ടത് നമ്മളൊരു ഹോസ്പിറ്റലിൽ നടക്കുന്ന സിറ്റുവേഷൻ ഉണ്ട്, അതിനെ ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് കൂടുതലും വരാറുള്ളത്. എനിക്ക് അങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഒരു ഹോസ്പിറ്റലിൽ ഇന്ന സിറ്റുവേഷൻ നടക്കാമെന്ന് വെച്ചോളൂ. അപ്പോൾ ആ സിറ്റുവേഷൻ എന്താണ് എന്നവർ ചോദിച്ച് അതിനെ ബേസ് ചെയ്തിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് ഇൻ്റർവ്യൂവിന് വരും. കാരണം അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മളവിടെ ഫേസ് ചെയ്യേണ്ടി വരും എന്ന് അവർക്കറിയാം. നമ്മൾ വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവും ശരിയാണ്, ഞാൻ ആ ഇൻ്റർവ്യൂവിന് ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെ എനിക്ക് ഇവിടെ ഫേസ് ചെയ്യേണ്ടി വന്നു എന്ന് നമുക്ക് തോന്നും. അപ്പോൾ നമുക്ക് കിട്ടുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. കാരണം നമ്മൾ അന്നേരം കറക്റ്റ് ഉത്തരവാണ് പറയുന്നതെങ്കിൽ നമുക്കൊരു ഐഡിയ ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ഫേസിൻ്റെ ഒരു എന്താ പറയുക, ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് കൂളായിട്ട് ഫേസ് ചെയ്യാൻ പറ്റും. അതാണ് ആ ഒരു നാലാമത്തെ കാര്യം. നമ്മൾ പോസ്റ്റ് എന്താണോ അതിൻ്റെ ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റി പഠിച്ചിട്ട് പോകുക. അത് ഈ ISSTയുടെ ടെക്സ്റ്റിലുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന ടെക്സ്റ്റിനകത്തുണ്ട്. അതല്ലെങ്കിൽ ഗൂഗിളിൽ ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി. ഇപ്പോൾ ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പഠിച്ചു എന്നുകൊണ്ട് മാത്രം ഇൻ്റർവ്യൂ കിട്ടാന്നില്ല, പഠിക്കാത്തവർക്കും കിട്ടുന്നുണ്ട്. നമുക്കൊരു ബേസിക് ഐഡിയ മതി. റിസപ്ഷനിലൊക്കെ വർക്ക് ചെയ്യാൻ പിന്നെ നമുക്ക് ഡിഗ്രിയോ കമ്പ്യൂട്ടർ സ്കില്ലൊക്കെ അറിയെങ്കിൽ തീർച്ചയായിട്ടും ഇവരെടുക്കും. അത് മാത്രമല്ല MBA ഉള്ളവരാണെങ്കിലോ MS, പിന്നെ അഡ്മിൻ പോലെ HR പോലത്തെ പോസ്റ്റുകളിലുള്ള അവർ ക്വാളിഫിക്കേഷൻ നോക്കുന്നത്. അല്ലാത്ത പോസ്റ്റുകളിലൊക്കെ ഓൾമോസ്റ്റ് അവർ നല്ല സ്കില്ലുള്ള ആൾക്കാരെ സെലക്ട് ചെയ്യാൻ. ഇതിപ്പോൾ ഇത് പഠിച്ച പിള്ളേരെ മാത്രമാണെന്നില്ല. ഇപ്പം നമ്മൾ എയർ ഹോസ്റ്റ് അല്ലെങ്കിൽ ക്യാബിൻ ക്രൂ അല്ലെങ്കിലും സെയിമാണ്, ഗ്രൗണ്ട് സ്റ്റാഫ് ഒക്കെ ആവണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞിട്ട് എയർലൈൻ ഇൻഡസ്ട്രിയിലെ കോഴ്സ് ചെയ്യണമെന്നില്ലല്ലോ. നമ്മൾ സ്വന്തമായിട്ട് പോയി അറ്റൻഡ് ചെയ്യുമല്ലേ, നമ്മുടെ കോൺഫിഡൻസ് നമ്മുടെ കഴിവോടുകൂടി കിട്ടുകയാണ്. അതേപോലെ തന്നെയാണ് ഹോസ്പിറ്റലിലും. ഓക്കെ, അപ്പോൾ അതാണ് പോസ്റ്റ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. സോ നിങ്ങൾ അതും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ ഡെസിഗ്നേഷൻ അല്ലെങ്കിൽ നിങ്ങൾ ഏത് പോസ്റ്റിനാണ് അപ്ലൈ ചെയ്തത്, ഏത് ഇൻ്റർവ്യൂവിനാണ് പോകുന്നത്, അതിൻ്റെ കാര്യങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക. അവരൊരു റിക്വയർമെൻറ്റ് പറയുന്നുണ്ട്. ഇപ്പം നമുക്കറിയാം ഒരു ഇൻ്റർവ്യൂവിന് അവർ പറയുന്ന റിക്വയർമെൻറ്റ്സ് നമ്മൾ ഇന്ന പിന്നെ കാര്യങ്ങളായിരിക്കണം ചെയ്യണേ. അപ്പോൾ അതും കൂടി മനസ്സിലാക്കണം. ആ റിക്വയർമെൻറ്റ് കൂടി വെച്ച് നമ്മുടെ ഈ ഡെസിഗ്നേഷനിൽ നമ്മളെ എന്താ പറയുക, റെസ്പോൺസിബിലിറ്റി, ഡ്യൂട്ടീസ് എന്താണ്, ഇത് രണ്ടും കൂടി കണക്ട് ചെയ്ത് പറയുമ്പോൾ അവർക്ക് മനസ്സിലാവും നമ്മൾ വളരെ നല്ല സ്കില്ലുള്ള വ്യക്തിയാണെന്ന്. ചിലപ്പോൾ നമുക്കൊന്നും അറിയത്തില്ലായിരിക്കും, പക്ഷെ നമുക്ക് നന്നായിട്ട് കാര്യങ്ങൾ പറയാൻ അറിയാമായിരിക്കും. സ്വാഭാവികമായിട്ടും അവർ സെലക്ട് ചെയ്യും. നമ്മൾ ആ ഒരു കോൺഫിഡൻസോടു കൂടിയാണ് അവർ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നാലാമത്തെ ക്വസ്റ്റ്യൻസ്. അടുത്തത്, വാട്ട് യു നോ അബൌട്ട് ഹോസ്പിറ്റൽ. ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഒരിക്കലും പെർമനൻ്റ് എന്ന് പറയത്തില്ല. ചില ഹോസ്പിറ്റലുകാർ ചോദിക്കാറുണ്ട്, ചിലർ ചോദിക്കാറില്ല. ഞങ്ങളുടെ ഹോസ്പിറ്റലിനെ കുറിച്ച് എന്തറിയാം, ഈ ഹോസ്പിറ്റലിനെ കുറിച്ച് എന്തറിയാമെന്ന് ചോദിക്കുകയാണെങ്കിൽ ജസ്റ്റ് എന്നാലും ഹോസ്പിറ്റൽ സൈറ്റിനെ കുറിച്ച് പഠിച്ചിട്ട് പോകും. ഇപ്പം നമുക്ക് ISST എന്നൊക്കെ തരുന്നൊരു മോക്ക് ഇൻ്റർവ്യൂവിൽ പറയുന്നതാണ് നമ്മൾ ഹോസ്പിറ്റലിൻ്റെ സൈറ്റൊക്കെ ഒന്ന് പഠിച്ചു വെച്ചാൽ ഞാൻ ഓബിയസ്ലി പഠിച്ചിട്ടാണ് പോകുന്നത്. ഡിപ്പാർട്ട്മെൻറ്റ്സ് എത്രയാണെന്ന് വരെ പഠിക്കും. ചിലപ്പോൾ ഹോസ്പിറ്റലുകാരത് ചോദിക്കും, നമുക്ക് വേണമെങ്കിൽ പറയാം, നിർബന്ധമൊന്നുമില്ല. അവർ അറിയത്തില്ലെങ്കിൽ സോറി സാർ അറിയില്ല എന്ന് പറയാം. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് മിക്കപ്പോഴും അറിയാം ഹോസ്പിറ്റലിലെ ഡ്യൂട്ടി ഹെൽത്ത് കെയർ റിലേറ്റഡ് കാര്യങ്ങൾ ചെയ്യുന്നതാണ്. പക്ഷെ നമ്മളൊന്ന് പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ജോലിക്ക് ഉപകാരമാകും. കാരണം നമുക്ക് ആ ഹോസ്പിറ്റലിനെ കുറിച്ച് അറിയാം എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചു എന്നുള്ള ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ നമുക്ക് അറിയാം, നമ്മൾ ഓക്കെ ആണ് എന്നുള്ള ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് അവർക്കുണ്ടാവും, അല്ലെങ്കിൽ നമുക്കും ആ ഒരു സന്തോഷം ഉണ്ടാവും. അതാണ് ഹോസ്പിറ്റലിലെ
കുറിച്ച് പഠിക്കുക എന്ന് പറയുന്നത്. അത് പഠിക്കണ്ട എന്ന് ഞാൻ പറയില്ല, പഠിക്കണം. കാരണം അത് പഠിക്കുകയാണെങ്കിൽ നമുക്കത് ജോലി കിട്ടാൻ വളരെയധികം ചാൻസ് കൂടുതലാണ്. ഇപ്പം ഞങ്ങളുടെ കൂടെ അത് ഏകദേശം ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇപ്പം ഞങ്ങളുടെ കൂടെ ISST 2022 ബാച്ച് ആയിരുന്നല്ലോ. അത് കഴിഞ്ഞൊരു കുട്ടി ഉണ്ടായിരുന്നു, ഗോപി എന്നാണ് ആളുടെ പേര്. തിരുവല്ല മെഡിക്കൽ മിഷനിലാണ് വർക്ക് ചെയ്യുന്ന ആൾ, ഇപ്പം ഗസ്റ്റ് റിലേഷൻ എക്സിക്യൂട്ടീവായിട്ട്. ആളോട് കൂടുതൽ ചോദിച്ചത്, ഫസ്റ്റ് ഇൻ്റർവ്യൂ തന്നെ കിട്ടിയൊരു കുട്ടിയാണ് കേട്ടോ. ഫസ്റ്റ് അവൾ പ്ലേസ്മെൻറ്റിൽ പോയി കിട്ടിയതാണ്. ആദ്യം എനിക്ക് തോന്നുന്നു വന്നിട്ട് അവൾ പോയില്ല. സെക്കൻഡ് ഇൻ്റർവ്യൂ അവൾക്ക് അടുത്ത് തന്നെ കിട്ടിയപ്പോഴാണ് അവൾ പോയത്. അങ്ങനെ പോയി 1 വർഷം കഴിഞ്ഞാണ് പോകുന്നത്. എനിക്കൊന്ന് 2027 ജനുവരിയിലാണ് ആൾ കയറിയത്. ഇപ്പം വളരെ സ്കൂളാണ്, നല്ല രീതിയിൽ തന്നെ പോകുന്നു. അതിൽ ആളോട് കൂടുതൽ ചോദിച്ചത് ആ ഹോസ്പിറ്റലിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആൾ നന്നായിട്ട് അത് പറഞ്ഞു. ആൾക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് ഉൾപ്പെടെയാണ് പറഞ്ഞത്. സ്വാഭാവികമായിട്ട് ആളെ സെലക്ട് ചെയ്തു. ഇപ്പോൾ ആൾ വളരെ നല്ല രീതിയിൽ അവിടെ ജോലി ചെയ്യുന്നു. അപ്പോൾ നമുക്ക് അങ്ങനെയും നമ്മൾ ആ ഒരു എന്താ പറയുക, ഹോസ്പിറ്റലിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ജോലി കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അടുത്തത് പേഴ്സണൽ ഡീറ്റെയിൽസ്. ഇന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ വീട്ടിലാരൊക്കെയുണ്ട്, നമ്മൾ വന്നു പോകാൻ പറ്റുമോ, നമുക്ക് അക്കോമഡേഷനൊക്കെ എങ്ങനെയാണ്, നിങ്ങൾക്ക് ഡെയിലി വരാൻ പറ്റുമോ, ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് നൈറ്റൊക്കെ നിൽക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പേഴ്സണൽ ഡീറ്റെയിൽസ് വരിക. വീട്ടുകാരുടെ കാര്യം മാത്രമല്ല എല്ലാ ഡീറ്റെയിൽസും ചോദിക്കും. നമ്മൾ എവിടെയാണ് അക്കോമഡേഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളാണ് മെയിൻലി ചോദിക്കുന്നത്. എല്ലാം അങ്ങനത്തെ കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ എന്താണ് ട്രാവലിംഗ് എത്ര ദൂരം ഉണ്ടാവും, അങ്ങനെ ബേസിലി നമ്മൾ എങ്ങനെയാണ് അവിടെ വന്ന് പെട്ടെന്ന് ജോയിൻ ചെയ്യാം അതും ചോദിക്കും. ഇമ്മീഡിയറ്റ്ലി ജോയിൻ ചെയ്യാൻ പറ്റുമോ, ചിലപ്പോൾ ഇതെല്ലാം പല രീതിയിലായിരിക്കും ഇങ്ങനെ ചോദിക്കുന്നത്. ഇമ്മീഡിയറ്റ്ലി ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത് ചിലപ്പോൾ പെട്ടെന്നായിരിക്കും ചോദിക്കുന്നത്. ഇപ്പോൾ ഒരു പാറ്റേൺ ആയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ, ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരിക്കുന്നത്. അപ്പോൾ പേഴ്സണൽ ഡീറ്റെയിൽസിലാണ് നമ്മൾ ജോയിൻ ചെയ്യുന്ന കാര്യവും അക്കോമഡേഷൻ എവിടെയാണ്, ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ അക്കോമഡേഷൻ തരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ ആണോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന എല്ലാം. ഫൈനലാണ് സാലറി എക്സ്പെക്റ്റേഷൻ. ഈ ഫൈനൽ കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ വരാം കേട്ടോ. ചില ആൾക്കാർ കുറച്ച് നമ്മൾ കുറച്ച് പേടിയുള്ള ആളാണെന്നല്ലേ അവർക്ക് തോന്നുവാണെങ്കിൽ അവർ കുറച്ചും കൂടി സാലറി എക്സ്പെക്റ്റേഷൻ കഴിഞ്ഞിട്ട് വീണ്ടും പറയും ചിലപ്പോൾ നമുക്ക് ഡ്യൂട്ടി ഇതാണ്, ഇതെന്താണെന്ന് അറിയുമോ എന്നൊക്കെ ചിലപ്പോൾ നമ്മൾ ട്രിക്കി ആയിട്ട് പറയത്തില്ല. ട്രിക്കി ആയിട്ടും ചോദിക്കാം എന്ന് പറഞ്ഞാൽ പേടിക്കേണ്ട. നല്ല കോൺഫിഡൻസോടെ പറയുകയാണെങ്കിൽ ആരും നമ്മളെ അങ്ങനെ ചോദിക്കാൻ പറ്റില്ല. നമ്മൾ പറയുന്ന പൊട്ടത്തെറ്റാണെങ്കിലും കുറച്ച് കോൺഫിഡൻസോടെ ഇരുന്നാൽ മതി. ടെൻഷൻ അടിക്കുകയൊന്നും ചെയ്യല്. ഫസ്റ്റ് ടൈം ആകുമ്പോൾ എന്തായാലും ഒരു ടെൻഷൻ ഉണ്ടാവും. പക്ഷേ സെക്കൻഡ് റൗണ്ട് നമ്മളെ വീണ്ടും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും. ഓക്കെ, സാലറി എക്സ്പെക്റ്റേഷൻ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ എൻ്റെ ഒരു രീതിയിൽ പറയുന്നത് ഒരു 15 to 20 അല്ല 15 to അല്ലെങ്കിൽ 12, 13 to 20 അല്ല 13 to 15 അങ്ങനെയുള്ള റേറ്റിലാണ് ശരിക്കും സാലറി എക്സ്പെക്റ്റേഷനെ കുറിച്ച് വീഡിയോസൊക്കെ ഞാൻ കണ്ടത്. ആ സമയം ഫ്രഷർ, സോ ഒരു ഫ്രഷറിന് അത്രയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അത്രയും സാലറി ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു എന്ന് വേണം നമുക്ക് പറയാം. അങ്ങനെയാണ് നമ്മളൊരു പ്രൊഫഷണലി പറയാറുള്ളത്. പക്ഷേ സാലറി എക്സ്പെക്റ്റേഷൻ ഞങ്ങളും പഠിച്ചതും ഞാൻ മിക്കയിടത്തും പറയുന്നതും നമ്മളൊരു എസ്റ്റിമേറ്റ് എമൗണ്ട് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിപ്പം പല വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ പലരും പറയുന്നത്. പക്ഷേ എനിക്ക് പറയാനുള്ളത് നമ്മൾ അങ്ങനെ പറയുന്നത് തെറ്റില്ല, അങ്ങനെ പറയുന്നത് കുഴപ്പമില്ല. പക്ഷേ നമ്മളിപ്പോൾ ദൂരെ നിന്ന് വരുന്ന ഒരു വ്യക്തിയായിരിക്കും. ഇപ്പോൾ ഞാൻ ഇൻ്റർവ്യൂവിന് പോയിട്ട് എറണാകുളത്ത് കിട്ടുകയാണെന്ന് വെച്ചോ, എറണാകുളത്ത് പോകുന്ന ആളായിരിക്കും. എറണാകുളത്ത് വരെ ഞാൻ ഡെയിലി പോയി വരാൻ പറ്റത്തില്ലല്ലോ, എന്തായാലും നമ്മൾ അക്കോമഡേഷൻ എടുക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അവിടെ വരെ ചെല്ലുമ്പോൾ നമുക്കൊരു സാലറി എക്സ്പെക്റ്റേഷൻ നമുക്കുണ്ടാവും. നമുക്കൊരു 10-15 സാലറിക്ക് ആകുമ്പോൾ നമുക്ക് അവിടെ എക്സ്പെൻസ് കൂടുതലായിരിക്കും. അറിയാമല്ലോ, എറണാകുളം തിരുവനന്തപുരം ഒക്കെ സിറ്റീസ് നല്ല എക്സ്പെൻസ് ഉണ്ട്. നമ്മൾ എത്ര മാനേജ് ചെയ്താലും കയ്യിൽ നിന്ന് പൈസ പോകും. അതേ പല രീതിയിൽ പോകും. PG ആണെങ്കിലും ഹോസ്റ്റലായാലും എടുക്കുമ്പോൾ നമ്മളെന്തായാലും നല്ല നോക്കിയാലേ എടുക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ ചിലവ് ചെയ്യേണ്ട കുറേ ആവശ്യങ്ങൾ വരും. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അത് പറയാതെ തന്നെ അറിയാമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊരു നമ്മളൊരു എമൗണ്ട് പറയുമ്പോൾ ഒരു 15 അല്ലെങ്കിൽ ഒരു 20 നമ്മൾ എത്രയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്, നമുക്കൊരു 15 വേണം, 18 വേണം, അത് തന്നെ വേണം എന്ന് പറയരുത്. ഇത്രയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്, ഇത്ര എമൗണ്ട് ആണ് എന്ന് പറയാം. 50 to 18 അല്ലെങ്കിൽ 15 ഞാൻ ഒരു ദിവസം പറഞ്ഞപ്പോൾ അവർ ഞെട്ടിപ്പോയി. ഞാൻ അറിയാതെ 50 ആണ് ഉദ്ദേശിച്ചത്, 15 എന്നായപ്പോൾ അവർ 50 എന്നൊക്കെ ഉള്ള ഒരു ഇതായി പോയി. അപ്പോൾ അത് നമ്മൾ പറയാൻ മാക്സിമം നോക്കാം 15 to 18 വരെ. കാരണം നമ്മൾ കുറഞ്ഞ സാലറി, ഇപ്പം ഞാനൊരു ഫ്രഷറിന് എത്രയാണ് കൊടുക്കുന്നതെങ്കിൽ ഞാൻ അത് കിട്ടിയാൽ കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ സപ്പോസ് നമ്മൾ അവിടെ സെലക്ട് ആയിട്ടുണ്ടെങ്കിൽ അവർ തരുന്ന സാലറി ഫ്രഷറിന് കൊടുക്കുന്നത് ചിലപ്പോൾ 10-12 ആയിരിക്കും. അത്രയും തന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിൽക്കുക എന്ന് പറയുന്നത് കുറച്ച് പ്രശ്നം ഉണ്ടാവും. ആ സാലറി നമ്മളവിടെ നമുക്ക് നമ്മുടെ ചിലവ് മീൻസ് ഹോസ്റ്റൽ അല്ലെങ്കിൽ PGയുടെ റേറ്റ് കൊടുക്കണം, പിന്നെ ഫുഡ് എക്സ്പെൻസ് ഉണ്ടാവും, സാധനങ്ങൾ മേടിക്കേണ്ടി വരും. അങ്ങനെ നമുക്ക് നമ്മുടേതായ കാര്യങ്ങളിൽ നിന്ന് പൈസ പോകും. അപ്പോൾ നമ്മൾ കുറച്ച് എമൗണ്ട് കൂട്ടി പറയുകയാണെങ്കിൽ ഓക്കെ, അവരത് ഫിക്സ് ചെയ്യും. എന്ന് പറയുമ്പോഴും 15-18 എന്ന് പറയുമ്പോഴും 12 കൊടുക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ നമ്മൾ ഒരിക്കലും അങ്ങോട്ട് കയറി പറയരുത് സാർ എനിക്ക് 15 തന്നെ വേണമെന്ന് പറയരുത്. ഞാൻ ഇത്രയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്, ഒരു 50 to 18 ഒരു എസ്റ്റിമേറ്റ് എമൗണ്ട് അങ്ങനെ പറയാവും. വളരെ പ്രൊഫഷണലായിട്ട് പറയാം. അല്ലാതെ നമ്മൾ എനിക്കിപ്പോൾ 15 വേണം, എനിക്ക് 18 തന്നെ തന്നേ പറ്റൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജോലി പോകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ നമ്മൾ എടുക്കാൻ ഇരുന്നയാണെങ്കിൽ പോലും നമുക്കത് പോവുകയും ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്, ഈ 7 പോയിന്റാണ് മെയിനായിട്ട് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് 7 എന്ന് മാത്രമല്ല, ഇത് പല രീതിയിൽ ചോദിക്കാം.
സെൽഫ് ഇൻട്രോ വേണമെങ്കിൽ ഫസ്റ്റ് ചോദിക്കും. ചിലപ്പോൾ അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ജോലിയെക്കുറിച്ചായിരിക്കും പറയുക. ചിലപ്പോൾ നമ്മളോട് ഒരു കാര്യം ചോദിക്കണമെന്നില്ല. ചിലപ്പം പല രീതിയിലുള്ള പാറ്റേൺ ആണ്. ഇൻ്റർവ്യൂ നമുക്ക് ഒരിക്കലും ഇന്നതാണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു കാര്യമേ അല്ല. വെരി ഡിപ്പെൻസ് ആണ്. പല ഹോസ്പിറ്റലും പല ഡിപ്പെൻസ് ആയിട്ടുള്ള ഇൻ്റർവ്യൂസ് ആണ് നടക്കാറുള്ളത്. പിന്നെ ചിലയിടത്ത് ടൈപ്പിംഗ് ടെസ്റ്റ് നടത്താറുണ്ട്. ഇപ്പം ടൈപ്പിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ, ടൈപ്പിംഗ് ചെയ്ത് നമ്മളെ സ്കിൽ എന്താ നോക്കുക. അപ്പോൾ അങ്ങനെയുള്ളതും വരാറുണ്ട്. അപ്പോൾ ഇതൊന്നും കേട്ട് നിങ്ങളാരും പേടിക്കൊന്നും വേണ്ട. ഇതൊക്കെ നോർമലി നമുക്ക് ഈസി ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാവുന്ന കാര്യമുള്ളൂ. ഒരു മിററിന് മുമ്പിൽ ചെന്ന് നമ്മളൊരു ഇൻ്റർവ്യൂ ബോർഡിനെ ഫേസ് ചെയ്യുന്ന രീതിയിൽ പറഞ്ഞു നോക്കിയാൽ മതി. അപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും. കാരണം നമ്മൾ നമ്മുടെ ഫേസ് നോക്കിയല്ലേ പറയാം. അപ്പോൾ നമുക്കൊരു പേടിയൊന്നും വരത്തില്ല. അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ ഇൻ്റർവ്യൂ ചെയ്യാൻ കഴിയും, ഇൻ്റർവ്യൂ പാസ്സാവാൻ സാധിക്കട്ടെ. അപ്പോൾ എന്നോട് കുറേ പേര് വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ രാത്രിയിലും വൈകിയ വേളയിലും ഈ വീഡിയോ ഇട്ടത്. ഇപ്പോൾ തന്നെ ഞാൻ വീഡിയോ ചെയ്തിട്ട് ഇട്ടതാണ്. കാരണം കുറച്ച് തിരക്കിലോട്ട് പോകുന്ന ഒരു സമയമാണ് ഇനി. അതുകൊണ്ട് ഈ വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. അപ്പോൾ എന്താണ് ആ വിശേഷം എന്ന് ഞാൻ ഉടനെ തന്നെ പറയാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യാം. ഫസ്റ്റ് സെൽഫ് ഇൻട്രോ ആണ്. നിങ്ങൾക്കറിയാമല്ലോ, ഒരു നമ്മുടെ ഇൻട്രൊഡ്യൂസ് സെൽഫ്, നമ്മുടെ സെൽഫ് നമ്മളെക്കുറിച്ച് പറയുക. രണ്ടാമത് നമ്മുടെ CV ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. മൂന്നാമത് സംടൈംസ് നമ്മൾ എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചോദിക്കും. ചിലപ്പോൾ നമ്മൾ പഠിച്ച വേറൊരു കോഴ്സ് MBA ആണ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ ഉറപ്പായിട്ടും അതിനെക്കുറിച്ച് അവർ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചതെന്നുള്ളത് ചോദിക്കും. നമ്മുടെ നോളജ് അറിയാൻ വേണ്ടിയാണ് കേട്ടോ. നാലാമത്തേത് നമ്മളുടെ പോസ്റ്റ് ഏതാണ്, നമ്മൾ ഏത് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത്, ആ അപ്ലൈ ചെയ്യുന്ന പോസ്റ്റിൻ്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്താണ്, അത് ചോദിക്കും. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞു കോമൺ അല്ല, പക്ഷെ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. ഹോസ്പിറ്റലിനെ കുറിച്ച് പഠിച്ചു വെക്കുന്നത് അത് ചിലപ്പം ഇൻ്റർവ്യൂവിൽ നമ്മൾ പാസ്സാവാനും വലിയൊരു ഗുണം ചെയ്യും. ആറാമത്തെ പിന്നെ അറിയാമല്ലോ, പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ ഡീറ്റെയിൽസ്, നമ്മൾ താമസിക്കാനൊക്കെ എങ്ങനെയാണ്, നമുക്ക് അക്കോമഡേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്, അതൊക്കെയാണ്. ലാസ്റ്റ് സാലറി ഡീറ്റെയിൽസ്, അതും ഞാൻ പറഞ്ഞിട്ടുണ്ട്. സാലറി എക്സ്പെക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം പഠിക്കുക. പിന്നെ നമ്മളൊരു ഇൻ്റർവ്യൂവിൽ മെയിനായിട്ട് ലാസ്റ്റ് താങ്ക് യു ലെറ്റർ അയക്കണം എന്നാണ് പറയുക. ഞാൻ ഏതോ ഒരു കമ്പനിക്ക് മാത്രം താങ്ക് യു ലെറ്റർ അയച്ചിട്ടുണ്ട്. അത് ചെയ്യുന്നത് ഒരു പ്രൊഫഷണൽ ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഞാനിപ്പോൾ അങ്ങനെ ചെയ്യാറില്ല. നമ്മൾ വിട്ടുപോകും. നമ്മൾ മലയാളികൾ നോർമലി മറന്നു പോകുന്നൊരു കാര്യമാണ്. ഞാൻ പല വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരിക്കും, നിങ്ങളും കണ്ടിട്ടുണ്ടാവും. ഞാൻ പല വീഡിയോയിൽ കണ്ടൊരു കാര്യമാണ് താങ്ക് യു ലെറ്റർ അയക്കണം എന്ന് പറയുന്നത്. പക്ഷേ പലപ്പോഴും പറ്റിയിട്ടില്ല. ആഗ്രഹിക്കാറുണ്ട്, പക്ഷെ പറ്റിയിട്ടില്ല. പക്ഷേ ഇനിയും ഇങ്ങനെ പോവുകയാണെങ്കിൽ അയക്കണം എന്നൊരു ഇതുണ്ട്. അതൊരു നമ്മുടെ ഒരു പ്രൊഫഷണലിസം കാണിക്കുന്നൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ള കാര്യങ്ങൾ പറയാൻ. വീഡിയോ ഒത്തിരി ലോങ് ആയെന്ന് തോന്നുന്നു. എന്തായാലും എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് തന്നെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് പാസ്സാവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഇത്രയും പോയിന്റുകൾ നിങ്ങൾ പഠിച്ചു വെക്കുക. നിങ്ങളിതെല്ലാം ഞാൻ ഈ പറഞ്ഞ പോയിന്റുകളെല്ലാം ഓർത്ത് വെച്ചാൽ മതി. നല്ല രീതിയിൽ തന്നെ കോൺഫിഡൻസോടെ, ഇപ്പം ഞാൻ പറഞ്ഞ വീഡിയോ മാത്രമല്ല, നിങ്ങൾ യൂട്യൂബ് നോക്കി ഇൻ്റർവ്യൂ ബേസ് ചെയ്ത് ഒരുപാട് വീഡിയോസ് കാണാം. അപ്പോൾ അതെല്ലാം നിങ്ങൾ റെഫർ ചെയ്യുക. കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഇതിപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിലും ഞാൻ പോയി ഇൻ്റർവ്യൂസിനെ ബേസ് ചെയ്തിട്ടാണ് ഇത്രയും ക്വസ്റ്റ്യൻസ് പറഞ്ഞത്. എല്ലാ കാര്യങ്ങളും പഠിച്ചു വെക്കുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഒരു റെക്കോർഡ് വീഡിയോ ഞാൻ കുറേ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങളതെല്ലാം നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു ഒരു സന്തോഷ വാർത്തയും കൂടി അറിയിക്കുകയാണ്. എനിക്കിപ്പം ഞാൻ തിങ്കളാഴ്ച മുതൽ പുതിയ ജോബിന് ജോയിൻ ചെയ്യുകയാണ്. ഒരു മൈക്രോ ലാബ് കോഴഞ്ചേരിയാണ് എൻ്റെ ഓഫീസ്, ഹെഡ് ഓഫീസ് വരുന്നത്, പത്തനംതിട്ട. അപ്പം പെട്ടെന്ന് ഇന്നലെ പോയി കിട്ടിയതാണ്. അതൊരു അഡ്മിൻ പോസ്റ്റാണ്, എക്സിക്യൂട്ടീവ് അസിസ്റ്റൻ്റ് ആയിട്ടാണ്. എനിക്ക് ആ ഫീൽഡ് എക്സ്പീരിയൻസ് ഒന്നുമില്ല, പക്ഷേ 2 ആഴ്ചത്തെ ട്രെയിനിങ്ങോട് കൂടി കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തരാമെന്നാണ് പറയുന്നത്. വളരെ ഹാപ്പിയോടുകൂടി ഞാൻ നിങ്ങളുടെ വീഡിയോയിലൂടെ തന്നെ അറിയിക്കുകയാണ്. അപ്പം നിങ്ങൾക്കും സെൽഫായിട്ട് തന്നെ നോക്കാം. ഞാനിത് ISST ത്രൂ ഒരുപാട് ഇൻ്റർവ്യൂ കാര്യങ്ങൾ ഞാൻ സെൽഫായിട്ട് പോയിട്ടും കിട്ടാതെ പോയി. പക്ഷേ ഫൈനലി എനിക്കൊരിടത്ത് കിട്ടി. അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ സാലറിയൊക്കെ ഫസ്റ്റ് ടൈമിൽ കുറവാണ്, പക്ഷേ കുറച്ച് കഴിയുമ്പം നമ്മൾ പെർമനൻ്റ് ആകുമ്പോൾ കൂടും. അപ്പം സാലറി കുറവാണെന്ന് പറഞ്ഞ് ജോലിക്ക് കയറാനൊക്കെ നോക്കുക. അപ്പം എക്സ്പീരിയൻസ് ഇനിയും എനിക്ക് ചെയ്യേണ്ടിയുണ്ട്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും അല്ല ശരിക്കുമുള്ള കാര്യങ്ങൾ. ഇതിലും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് പേര് നമ്മൾ ഈ യൂട്യൂബ് നോക്കിയാൽ കാണാം. ഹോസ്പിറ്റലിൽ ഫീൽഡിൽ വർക്ക് ചെയ്തവരും നഴ്സസ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആയിട്ടുള്ള എല്ലാവരും ഉണ്ട്. നമ്മുടെ കസിൻസ് ഒക്കെയാണ്, ഡോക്ടേഴ്സൊക്കെയാണ്. അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് ഒക്കെ പറയാനുണ്ടാവും. നമ്മുടെ ഒന്നും അല്ല ശരിക്കും ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാം. ഞാനൊക്കെ ചോട് വെച്ച് വരുന്ന ബാല്യത്തിലൂടെ ചോട് വരുന്നത്, അതായത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ്റെ പടികൾ കയറിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. നോർമലി നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഇനി ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ എല്ലാവരുടെ അനുഗ്രഹവും പ്രാർത്ഥന ഉണ്ടാവണം. തിങ്കളാഴ്ച മുതൽ എനിക്ക് അതുകൊണ്ട് പറ്റാത്തതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇപ്പോൾ തന്നെ ചെയ്തിട്ടത് കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ടൊക്കെ ഞാൻ വരുന്നതായിരിക്കും. തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് റിലേറ്റഡ് സംശയം ഉണ്ടെങ്കിലും എൻ്റെ വാട്സപ്പും ഇൻസ്റ്റാഗ്രാം ഐഡിയും, വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, ഇൻസ്റ്റാഗ്രാം ID കൊടുത്തിട്ടുണ്ട്, ഫേസ്ബുക്ക് ID ഉണ്ട്. അപ്പോൾ അതിലേക്ക് ചോദിച്ചാൽ മതി, ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞു തരുന്നതായിരിക്കും. സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് റിക്വസ്റ്റ് കാര്യങ്ങളൊക്കെ ചോദിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി. അതിനിടയ്ക്ക് ഒരാൾ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് എനിക്കൊരു ക്ലാരിഫിക്കേഷൻ തരുന്നുണ്ട്. എന്നോട് ചോദിച്ചിരുന്നു, ISST ഇൻറ്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നില്ലല്ലോ. തീർച്ചയായിട്ടും പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഞാൻ അവിടെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, എന്നാലും ഞാൻ പറയാമെന്ന് വിചാരിച്ചു. അവർ ഇൻ്റർവ്യൂ പ്രൊവൈഡ് ചെയ്യുന്നില്ല, ഇൻറ്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. നമുക്ക് സെൽഫായിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ ഞാൻ സെൽഫായിട്ടാണ് കേട്ടോ കണ്ടുപിടിച്ചത്.
ഓക്കെ, അപ്പോൾ അതൊരു ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ഒരുപാട് സന്തോഷമുണ്ട്. പല വീഡിയോയുടെ താഴെ ഞാൻ ചെയ്ത കമൻറ്റിൻ്റെ താഴെയാണ് ചോദിക്കാറുള്ളത്. പക്ഷേ നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്ന കാര്യം പലർക്കും അറിയത്തില്ല. പക്ഷേ ഇനി എല്ലാവരും അറിയുന്നതാണ് വിശ്വാസം. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഈ ആഴ്ച ചെയ്ത വീഡിയോ എല്ലാവരും ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിനെല്ലാം പ്രിപ്പയർ ചെയ്യുക. എല്ലാ കൂട്ടുകാർക്കും ഓൾ ദ ബെസ്റ്റ്. എല്ലാവർക്കും നന്നായിരിക്കട്ടെ. എന്തെങ്കിലും പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ച് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ തീർച്ചയായിട്ടും വീഡിയോ സമയം പോലെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ബൈ. ഓക്കെ, താങ്ക് യു.